കുമരകത്തെ മെത്രാൻ കായൽ നികത്താൻ സർക്കാർ അനുമതി. 2007 മുൻപ് കൃഷിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി 425 ഏക്കർ നിലം നികത്താനാണ് അനുമതി നൽകിയത്. കൊച്ചിയിലെ കടമക്കുടിയിൽ ആശുപത്രിക്കായി നിലം നികത്താനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ഇറക്കിയ ഉത്തരവിലൂടെ റവന്യൂ വകുപ്പ് അനുമതി നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും KG ദിനകർ ചേരുന്നു. KG ദിനകർ, ഇപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളെല്ലാം അപ്പാടെ കാറ്റിൽ പറത്തിയുള്ള ഒരു ഉത്തരവാണ് ഈ നൽകിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ആനന്ദ്, 425 ഏക്കറോളം ഭൂമിയാണ് കോട്ടയത്തും മെത്രാൻ കായലിലും അതോടൊപ്പം എറണാകുളം കടമക്കുടി പഞ്ചായത്തിലുമായി നികത്താൻ സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. തത്വത്തിൽ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. ഉത്തരവിൻ്റെ പകർപ്പാണ് പീപ്പിളിന് ലഭിച്ചിരിക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാർച്ച് 1 ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് തിരക്കിട്ട് നീക്കം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കുമരകം മെത്രാൻ കായലിൽ 378 ഏക്കർ നെൽവയൽ നികത്താനാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്തയാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. റക്കിൻഡോ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിൽ 34 സബ്സിഡിയറി കമ്പനികളുടെ പേരിലായിട്ടാണ് കോട്ടയം ജില്ലയിലെ കുമരകം വില്ലേജിൽ 420 ഏക്കറോളം വരുന്ന മെത്തനങ്കായൽ പാടശേഖരത്തിൽ 378 ഏക്കർ നിലം നികത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, നികത്താൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. 2007-2008 ഇവർ ഈ കമ്പനി ഈ സ്ഥലം ഈ നെൽവയൽ വാങ്ങിയത്. അതായത് പരിസ്ഥിതി സൗഹൃദമായ പുതിയ പദ്ധതി, ടൂറിസം പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ ഈ നെൽവയൽ നികത്താൻ ഉത്തരവ് തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ടാണ് ഡോക്ടർ വിശ്വാസ് മേത്ത ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വലിയ 2200 കോടി രൂപ നിക്ഷേപം വരും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ നെൽവയൽ നികത്താൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ കടമക്കുടി പഞ്ചായത്തിൽ കണയന്നൂർ താലൂക്കിൽ കടമക്കുടി പഞ്ചായത്തിൽ 47 ഏക്കർ നെൽപ്പാടം നികത്താനാണ് മറ്റൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഭൂമി നികത്താൻ, സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഭൂമി നികത്താൻ അവിടെ അനുമതി നൽകിയിരിക്കുന്നത്. ഇവിടെയും ഈ ഭൂമിയും ഈ നെൽവയലും കൃഷിയോഗ്യമല്ലാതായിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഫലത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാടെ അട്ടിമറിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമി നികത്താനുള്ള അനുമതി നൽകിയതിന് പിന്നിൽ വൻ അഴിമതി ഉണ്ട് എന്നതാണ് വസ്തുത. റവന്യൂ വകുപ്പിനെതിരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ റവന്യൂ വകുപ്പ് ഈ ഉത്തരവ്, ഈ ഭൂമി നികത്താൻ, ഈ നെൽവയൽ നികത്താൻ നേരത്തെയും ഉത്തരവ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചിരുന്നു. അന്ന് ശക്തമായ എതിർപ്പ്, ആക്ഷേപം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്ത് നിന്നടക്കം ശക്തമായ ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ റവന്യൂ വകുപ്പ് ഇറക്കുകയായിരുന്നു. ആനന്ദ്, ഇപ്പോൾ ദിനകർ, ഏറ്റവും വലിയൊരു സുപ്രധാനമായൊരു വാർത്ത വന്നിരിക്കുന്നു. ഈ നെൽവയൽ നികത്തലിനെതിരെ സുധീരന്റെ പ്രതികരണം വന്നിരിക്കുന്നു. സുധീരൻ അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദിനകർ, ഇക്കാര്യത്തിൽ അദ്ദേഹം നേരത്തെയും റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശിനെ അതൃപ്തി അറിയിച്ചിരുന്നു. ഈ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യത്തിലും അദ്ദേഹം തന്റെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിലായിരുന്നു, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിലായിരുന്നു അന്ന് റവന്യൂ വകുപ്പ് ഈ തീരുമാനത്തിൽ നിന്നും പിന്നാക്കം പോയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് LDFും പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടിയത്. അതിൽ നിന്നും സർക്കാർ പിന്തിരിയണം. കാരണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമാക്കുന്ന തരത്തിലുള്ള ഇത്തരം നിലപാടുകൾ തിരുത്താൻ റവന്യൂ വകുപ്പ് സർക്കാർ തയ്യാറാകണം എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഫലത്തിൽ ഇത്തരത്തിൽ സംസ്ഥാനത്തെമ്പാടും വ്യാപകമായ രീതിയിൽ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടയിൽ നിലം നികത്തൽ നടന്നിട്ടുണ്ട്. അതൊക്കെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ആനന്ദ്, കുമരകത്തെ മെത്രാൻ കായൽ നികത്താൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. 2007 മുമ്പ് കൃഷിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി 378 ഏക്കർ നിലം നികത്താനാണ് അനുമതി നൽകിയത്. കൊച്ചി കടമക്കുടിയിൽ ആശുപത്രിക്കായി നിലം നികത്താനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഇറക്കിയ ഉത്തരവിലൂടെ റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നു. വിവരങ്ങളാണിപ്പോൾ KG ദിനകർ നൽകിയത്.
കനയ്യയുടെ തലയ്ക്ക് വിലയിട്ട് ദില്ലിയിൽ പോസ്റ്ററുകൾ. വെടിവെച്ച് കൊന്നാൽ 11 ലക്ഷം രൂപ പാരിതോഷികമെന്നാണ് പോസ്റ്റർ. പൂർവാജ്ഞൽ സേനയുടെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം കനയ്യയുടെ നാവറുത്താൽ 5 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന പ്രസ്താവനയുമായി യുവമോർച്ച നേതാവ് കുൽദീപ് വർഷിണി രംഗത്ത് വന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നേതാവാണ് ഇയാൾ. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. ദില്ലിയിലെ പ്രധാന മന്ത്രാലയങ്ങളുടെ ചുമരുകളിലും അതോടൊപ്പം തന്നെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ വ്യാപകമായ പോസ്റ്റർ പ്രചരണം നടക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാല ചെയർമാൻ കനയ്യ കുമാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ഈ പോസ്റ്ററുകളെല്ലാം തന്നെയും. വെടിവെച്ച് കൊലപ്പെടുത്തുന്നവർക്ക് 11 ലക്ഷം രൂപ ഇനാം നൽകുമെന്നും ഈ പോസ്റ്ററിൽ ചൂണ്ടിക്കാട്ടുന്നു. പൂർവാഞ്ചൽ സേന എന്ന പേരിലുള്ള ഒരു സംഘടനയുടെ പേരിലാണ് ഈ പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിച്ചിരിക്കുന്നത്. വന്ദേ മാതരം എന്ന വാചകത്തിൽ തുടങ്ങുന്ന ഈ പോസ്റ്ററുകൾ രാജ്യദ്രോഹിയായ കനയ്യകുമാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തണമെന്നും വെടിവെച്ച് കൊലപ്പെടുത്തുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന ആദർശ് ശർമ്മ എന്ന പേരിലുള്ള ഒരാളുടെ പേരും അതിന് താഴെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറും മൊബൈൽ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായ പോസ്റ്ററുകൾ വിവിധ പ്രദേശങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു. ദില്ലി പോലീസ് ഇപ്പോൾ ഈ പോസ്റ്ററുകൾ എല്ലാം തന്നെയും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലും അടുത്ത ദിവസങ്ങളിലായി കനയ്യകുമാറിനെ കൊലപ്പെടുത്തണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിരവധി പോസ്റ്റുകൾ എല്ലാം തന്നെയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് യുവമോർച്ച നേതാവിന്റെ ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. കനയ്യകുമാറിന്റെ നാവ് അറുത്ത് കളയുന്നവർക്ക് 5 ലക്ഷം രൂപ ഇനാം നൽകും എന്നാണ് യുവമോർച്ച നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുവരെ സർക്കാർ സംവിധാനങ്ങളോ മറ്റൊന്നും തന്നെയോ ഇത്തരത്തിലുള്ള ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചില്ല. പ്രത്യേകിച്ചും രാജ്യ തലസ്ഥാനത്ത് പാർലമെന്റിന് തൊട്ട് അടുത്ത് കിടക്കുന്ന സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഈ പ്രദേശങ്ങളിൽ ഈ പോസ്റ്ററുകൾ എങ്ങനെ വ്യാപകമായി രാത്രി പ്രചരിച്ചു എന്നതിനെ സംബന്ധിച്ചും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അനന്തു, കനയ്യയുടെ തലയ്ക്ക് വില പറഞ്ഞ പൂർവാജ്ഞൽ സേന വെടിവെച്ച് കൊന്നാൽ 11 ലക്ഷം രൂപ നൽകാമെന്ന് ദില്ലിയിൽ പോസ്റ്ററുകളുടെ ഇവരാവശ്യപ്പെട്ടു. ഒപ്പം തന്നെ യുവമോർച്ചയുടെ നേതാവ് കനയ്യയുടെ നാവർത്താൽ 5 ലക്ഷം രൂപ നൽകാമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും എം സന്തോഷ് നൽകിയത്. രാഷ്ട്രപതി ഫയൽ മടക്കി അയച്ചു. പുതിയ പേരുകൾ സമർപ്പിക്കാൻ രാഷ്ട്രപതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും മനുശങ്കർ ചേരുന്നു. മനുശങ്കർ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന BJP സർക്കാരിന് ലഭിച്ച വലിയൊരു തിരിച്ചടിയല്ലേ അത്? തീർച്ചയായും അനന്തു, അലിഗഡ് സർവകലാശാല ഭരണത്തിലെ ഇടപെടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഒരു അസാധാരണ നടപടി എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അലിഗഡ് സർവകലാശാല ഭരണ കൗൺസിലിൽ സർക്കാർ തന്നെ ശുപാർശ ചെയ്ത ആളുകളുടെ പട്ടിക അംഗീകരിക്കാനാകുന്നതല്ലെന്നാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി അറിയിച്ചത്. തുടർന്ന് സർക്കാർ സമർപ്പിച്ച ഈ ഫയൽ രാഷ്ട്രപതി തിരിച്ചയക്കുകയും ചെയ്തു. തുടർന്ന് പുതിയ പേരുകളുടെ പട്ടിക സമർപ്പിക്കാനും സർക്കാരിനോട് നിർദ്ദേശമുണ്ട്. നിലവിൽ അലിഗഡ് സർവകലാശാല അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം സർവകലാശാല ന്യൂനപക്ഷ സ്ഥാപനമല്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഒരു മതേതര സമൂഹത്തിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ അനുവദിക്കാനാകില്ലെന്നായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുകുൾ റോഹ്തഗി വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ ഈ അലിഗഡ് സർവകലാശാലകൾ ന്യൂനപക്ഷ കേന്ദ്രങ്ങളാക്കി കാണാനാകുന്നതല്ല എന്ന സർക്കാർ വാദം എന്തടിസ്ഥാനത്തിലാണെന്നും ഇത് പാർലമെന്റാണ് സ്ഥാപിച്ചതെന്നും കോടതി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ അലിഗഡ് സർവകലാശാലയിലേക്ക് കടന്നു കയറാനും അധികാരം പിടിച്ചെടുക്കാനുമുള്ള സർക്കാർ നിലപാടിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലാണ് തങ്ങളുടെ തന്നെ ചില ആളുകളെ സർക്കാർ തന്നെ ഭരണ കൗൺസിലിലേക്ക് നിയമിക്കാൻ ഉത്തരവിറക്കുകയും തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള അംഗീകാര ശുപാർശയ്ക്കായി രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ രാഷ്ട്രപതി അതൃപ്തി രേഖപ്പെടുത്തുകയും തുടർന്ന് തിരിച്ചയക്കുകയുമായിരുന്നു. പുതിയ പട്ടിക സമർപ്പിക്കാനാണ് ഇപ്പോൾ രാഷ്ട്രപതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അനന്തു, അലിഗഡ് സർവകലാശാല ഭരണത്തിൽ ഇടപെടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഫയലുകൾ രാഷ്ട്രപതി തിരിച്ചയച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും മനുശങ്കർ നൽകിയത്. കോട്ടയം ബസേലിയസ് കോളേജ് ക്യാമ്പസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായ കുഞ്ഞില്ലമ്പള്ളിക്കെതിരെ കേസെടുത്തു. കോളേജിലെത്തിയ കുഞ്ഞില്ലമ്പള്ളി പ്രിൻസിപ്പലിനെയും വിദ്യാർത്ഥികളെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു. പീപ്പിൾ TV വാർത്തയെ തുടർന്നാണ് നടപടി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ച പൂർത്തിയായതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. തെരഞ്ഞെടുപ്പ് നീളുന്ന സാഹചര്യത്തിൽ തിടുക്കം ആവശ്യമില്ലെന്നും സുധീരൻ പറഞ്ഞു. ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് AK ആന്റണിയുടെ പേര് നിർദ്ദേശിക്കണമെന്നും സുധീരൻ വ്യക്തമാക്കി. നിയമസഭ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അതേക്കുറിച്ച്
പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തി. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പും കുറച്ച് നീണ്ടുപോയതുകൊണ്ട് നേരത്തെയുള്ള അത്ര ഒരു അർജൻസി നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ടും നാളെയും അടുത്ത ദിവസങ്ങളിലുമായി ഈ ചർച്ച തുടർന്ന് എത്രയും വേഗത്തിൽ പ്രാഥമികമായ ലിസ്റ്റ് തയ്യാറാക്കും. ഇന്ന് മറ്റൊരു പ്രധാനമായ ഒരു ധാരണ, വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ശ്രീ AK ആൻ്റണിയെ നിർദ്ദേശിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. പത്തനാപുരത്ത് കലോത്സവമല്ല രാഷ്ട്രീയ പോരാട്ടമാണ് വേണ്ടതെന്ന് KPCC സെക്രട്ടറി G. രതികുമാർ പറയും. പത്തനാപുരത്ത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് മുൻ കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ തുറന്നടിച്ചതിന് പിന്നാലെയാണ് G. രതികുമാർ ജഗദീഷിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. പത്തനാപുരം രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട മണ്ഡലമാണെന്നും കലോത്സവമല്ല നടക്കുന്നതെന്നും രതികുമാർ ചൂണ്ടിക്കാട്ടി. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ മത്സരമാണ് നടക്കേണ്ടത്. കഴിഞ്ഞ 15 വർഷക്കാലമായി UDFനൊപ്പം നിന്ന് MLA ആയി, മന്ത്രിയായി ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു നിർണായക ഘട്ടത്തിൽ UDFനെയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെയും തള്ളിക്കളഞ്ഞ് രാജ്യസഭാ ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യാതെ ഇവിടുത്തെ UDF പ്രവർത്തകരെ വഞ്ചിച്ച് ഇടതുപക്ഷം മുന്നിൽ നിൽക്കുന്ന KV ഗണേഷ് കുമാറിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തിനായി കാത്തിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ഒരു രാഷ്ട്രീയ മത്സരത്തിന് വേണ്ടിയാണ്, അല്ല ഇതൊരു കലോത്സവ മത്സരമല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ പത്തനാപുരം ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയമായി നേടാൻ ആഗ്രഹിക്കുകയാണ്. ജഗദീഷ് എന്നല്ല പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെയും വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് സീറ്റ് പ്രതീക്ഷിച്ച് കഴിയുന്നവർ. അതേസമയം സിനിമാ ഷൂട്ടിംഗ് എന്ന നിലയിൽ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്ന ജഗദീഷിനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വെള്ളിത്തിരയിലെ കാണാനാകൂവെന്ന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പത്തനാപുരത്ത് പ്രചരണം നടത്തി. എന്നാൽ ജഗദീഷിന്റെ ചിത്രങ്ങൾ പത്തനാപുരത്ത് ചിലർ സ്ഥാപിച്ചതോടെ യൂത്ത് കോൺഗ്രസ് പോസ്റ്റർ ഒട്ടിച്ചാണ് പ്രതിഷേധിച്ചത്. ആവശ്യം പോലെ സ്ഥാനാർത്ഥികൾ കൊല്ലം ജില്ലയിലുണ്ടായിട്ടും പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പോസ്റ്ററിലൂടെ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരികെ വാർത്തകളിലേക്ക്. പാലക്കാട് ജില്ലയിലെ നെന്മാറ സീറ്റ് വേണമെന്ന JDU CMP നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDFനായി മത്സരിച്ച JDU CMP കക്ഷികൾ 3ാം സ്ഥാനത്തേക്ക് പോയത് മുൻനിർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം. കഴിഞ്ഞ തവണ SJDക്ക് അനുവദിക്കുകയും പിന്നീട് കോൺഗ്രസിന് വിട്ടുനൽകുകയും ചെയ്ത സീറ്റാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ. ആ സമയത്തു തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് JDU ജില്ലാ നേതൃത്വം പറയുന്നത്. JDU ആവശ്യത്തോട് പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും സീറ്റ് വിട്ടുനൽകേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ പേരുകൾ നെന്മാറയിലേക്ക് DCC KPCC മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച JDU CMP സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് പോയതാണ് യൂത്ത് കോൺഗ്രസ് വിമർശനത്തിന് അടിസ്ഥാനം. നെന്മാറ മണ്ഡലം ഘടകകക്ഷികൾക്ക് നൽകാനുള്ളതല്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സജേഷ് ചന്ദ്രൻ പറഞ്ഞു. പരിചിതമല്ലാത്ത വ്യക്തികളും പരിചിതമല്ലാത്ത ചിഹ്നങ്ങളും വരികിൽ അത് നെന്മാറ നിയോജക മണ്ഡലത്തിൽ യേശില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDF പിറകോട്ട് 3ാം സ്ഥാനത്തേക്ക് പോയ 2 മണ്ഡലങ്ങളിൽ ഒന്ന് പല്ലശ്ശേനയാണെങ്കിൽ മറ്റൊന്ന് CMP മത്സരിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാനുള്ള ഇടമല്ല നെന്മാറ എന്നുള്ളത് അതിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ പല്ലശ്ശേന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF 3ാം സ്ഥാനത്ത് പോകാൻ കാരണം കോൺഗ്രസ് കാലുവാരലാണെന്നാണ് JDU നിലപാട്. കഴിഞ്ഞ തവണ MV രാഘവൻ മത്സരിച്ച സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന ആവശ്യമാണ് CMP CP ജോൺ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.